ഹലോ എവ്രി വൺ, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ മറ്റൊരു ആർസണൽ സീസൺ വിത്തൗട്ട് ടൈറ്റിൽ അവസാനിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് അർട്ടറ്റ സീസൺ സോ ഫാർ എന്നൊരു വീഡിയോ ചെയ്താലോ എന്ന്. അപ്പോൾ ആ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആർസണൽ ഫാൻസ് ഇപ്പം മൊത്തത്തിൽ ഡിവൈഡഡ് ആണ്. There are Arsenal fans saying we should believe in the project, stick with Arteta. There are Arsenal fans saying no, Arteta out. അപ്പം അതിനെപ്പറ്റി നമുക്ക് ഒരു ഷോർട്ട് സ്റ്റഡി, എൻ്റെ ഒപ്പീനിയൻ ആൻഡ് വാട്ട് വി ഷുഡ് ഡു എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കിയാൽ, ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഫോർ മീ ഐ സി ഇംപ്രൂവ്മെൻറ്റ്. ഓരോ സീസണിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ആകെ ഒരു കപ്പേ ഉള്ളൂ, അതും ഫസ്റ്റ് സീസണിൽ FA കപ്പ്. അതിനുശേഷം ഒരു കപ്പും ഇല്ല. കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എ ക്ലബ് സക്സസ്. ഐ ടോട്ടലി എഗ്രി. പക്ഷേ ഈ പറയുന്ന കപ്പ് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്നതല്ല. അതിങ്ങനെ ഓരോ ദിവസവും ഓരോ സീസണിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്താണ് ഈ പറയുന്ന കപ്പ് വരുന്നത്. ടേക്ക് എക്സാമ്പിൾ ലിവർപൂൾ. എത്ര സീസൺ മാൻ സിറ്റീനെ ചേസ് ചെയ്തിട്ടാണ് 2020 ലിവർപൂൾ 30 വർഷത്തിന് ശേഷം കപ്പ് എടുക്കുന്നത്? അപ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ, പെപ്പ് നയിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രീമിയർ ലീഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കഴിഞ്ഞ സീസണിൽ 89 പോയിൻ്റാണ് ആർസണൽ അക്യൂമുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ. അത് ഇറ്റ്സ് സെക്കൻഡ് ടു ഇൻവിൻസിബിൾ ടീം. ഇതിൽ കൂടുതൽ പോയിന്റ് ആർസണൽ എടുത്തിട്ടുള്ളത് ഇൻവിൻസിബിൾ ടീമായിരുന്നു. അപ്പം അത്രയ്ക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പോലും മാൻ സിറ്റീനെ അങ്ങോട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല ടീംസിന്. ഇറ്റ്സ് വെരി ടഫ്. അപ്പം വി ഹാവ് ടു ബി നിയർ പെർഫെക്റ്റ് ഫോർ ദാറ്റ്. അപ്പം എൻ്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, ഇനി എൻ്റെ സെക്കൻഡ് പോയിന്റ്, അർട്ടറ്റ വന്നപ്പോൾ അർട്ടറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്ന ആർസണൽ ടീം ഇതായിരുന്നു. ഈ ടീം നിങ്ങളൊന്ന് നോക്കിയേ. ഈ ടീം വെച്ചിട്ട് ആർക്കെങ്കിലും പ്രീമിയർ ലീഗ് എടുക്കാൻ പറ്റും? ആ ടീമിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ആകെ ഒരു പ്ലെയറിനെ ഞാൻ ഇപ്പോഴത്തെ ടീമിൽ വെക്കത്തുള്ളൂ. അത് സാക്കയാണ്, വേറെ ആരുമല്ല. ബാക്കി എല്ലാവരെയും റീസൈക്കിൾ ചെയ്യേണ്ട ആൾക്കാർ തന്നെയാണ്. അതാണ് അർട്ടറ്റയും ചെയ്തത്. ഇതാണ് ഇപ്പോഴത്തെ സ്ക്വാഡ്. കണ്ടോ, സ്ക്വാഡിന് ഇപ്പോൾ ഡെപ്ത് ഉണ്ട്. സ്ക്വാഡ് ഇപ്പം മിഡ്ഫീൽഡിൽ സ്ട്രോങ് ആയി. ഡെക്ലാൻ റൈസിൻ്റെ അഡീഷൻ. ഓക്കെ, അറ്റാക്കിങ്ങിൽ ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കറിൻ്റെ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ 2 സീസണിലും അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് പ്രീമിയർ ലീഗ് എടുക്കാൻ പറ്റാതെ പോയത്. അതാണ് ആർസണൽ ഫാൻസിൻ്റെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻസും. യെസ്, എഗ്രീഡ്. 1, പ്രോഗ്രസ് ഉണ്ട്. 2, ഒരു ചാമ്പ്യൻ ടീമായിട്ട് റീഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ചാമ്പ്യൻ ആയിട്ടില്ല, സമ്മതിക്കുന്നു. പക്ഷെ അതിൻ്റെ ഒരു പെഡിഗ്രിയിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തത്, 2 സ്ട്രൈക്കറിനെ സൈൻ ചെയ്യുക, ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യുക, ഒരു ഡിഫൻഡറിനെ കൂടെ സൈൻ ചെയ്യുക. ഇതോടെ ആ ടീം കംപ്ലീറ്റ് ആവും. ഇത് വെച്ച് നെക്സ്റ്റ് സീസൺ, ഈ സീസൺ എന്തായാലും പോയി, നെക്സ്റ്റ് സീസൺ മിനിമം ചാമ്പ്യൻസ് ലീഗ് ഓർ പ്രീമിയർ ലീഗ് ഇതിലേതെങ്കിലും ലിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഐ ആം അർട്ടറ്റ ഔട്ട്. ഇത് ചെയ്യാൻ പറ്റിയെങ്കിൽ ഹി സ്റ്റേസ്. കാരണം ഹി ക്ലിയർലി ഹാസ് പൊട്ടൻഷ്യൽ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, വേറൊരു മാനേജർ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന്. ഇത് തന്നെ സംഭവിക്കും. പുതിയ മാനേജറിൻ്റെതായ സ്റ്റൈൽ കാണും. ആ സ്റ്റൈലിന് പറ്റിയ പ്ലെയേഴ്സിനെ മേടിക്കും, ഈ ഉള്ള പ്ലെയേഴ്സിനെ വിൽക്കും. ഈ പറയുന്ന സെയിം റീഫോർമേഷൻ പുള്ളി ചെയ്യും. എന്തിനാ അതൊക്കെ? അപ്പോൾ കയ്യിലുള്ളത് ഓൾറെഡി പ്രോഗ്രസ് കാണിക്കുന്നുണ്ട്, ഓൾറെഡി റീഫോം ചെയ്തു. ഇനി കുറച്ച് അവിടെ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ വി ക്യാൻ ലിഫ്റ്റ് ട്രോഫീസ്. ഐ ആം കോൺഫിഡൻറ്റ് ഓഫ് ദാറ്റ്. അപ്പോൾ എൻ്റെ ഫൈനൽ വേർഡിക്റ്റ് ആണ്, ഹി സ്റ്റേസ്. അർട്ടറ്റ സ്റ്റേസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക.